ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് മേക്കപ്പ് ഒന്നും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് വന്നതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഫോളോവേഴ്സും അപ്പോൾ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയച്ച് പറഞ്ഞായിരുന്നു കേട്ടോ, മേക്കപ്പ് ഇല്ലാതെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ അതാട്ടോ മേക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെ. പിന്നെ ഹെയർ വെപ്പാണോ അത് വെച്ചതാണോ അത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്താണോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഒറിജിനലാട്ടോ, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കിന്നൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയല്ലോ. അമ്മേൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇത്. ഹോട്ടലിലൊന്നും ഞാൻ ഇതുപോലെ കഴിച്ചിട്ട് കേട്ടോ, അത്രയും ടേസ്റ്റ് ആട്ടോ. എനിക്ക് അമ്മ ഉണ്ടാക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് എൻ്റെ ഫേവററ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാവേ. അപ്പോൾ വേണ്ടി നമുക്ക് ആവശ്യത്തിന് ചിക്കനും റൈസ് കൊടുക്കാം കേട്ടോ. 1 കിലോ ചിക്കനും 1 കിലോ റൈസ് ആട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ഫസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കളർ പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും പിന്നെ തൈരും ഉപ്പും ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാവേ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേണ്ടേ റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാവേ. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും വെച്ച് ബാക്കി ബിരിയാണി സ്പൈസസും കൂടെ ഇട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വെച്ച് തിളപ്പിച്ചിട്ട് നമുക്ക് അരി ഇട്ടിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇഷ്ടമുള്ള അരി എടുക്കാവേ. അപ്പോൾ ആ സമയം കൊണ്ട് വേണ്ട നമുക്ക് അടുത്ത ചീഞ്ചട്ടിയിലേക്ക് എണ്ണ വെച്ചിട്ട് നന്നായി ചൂടാക്കി ചിക്കൻ പൊരിച്ച് മാറ്റി വെക്കാവേ. ചിക്കൻ പൊരിച്ച് അതേ എണ്ണ തന്നെ നമുക്ക് ചൂടാക്കി മസാല ആക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട ഗ്രാമ്പും പട്ടയും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കണേ. അപ്പോൾ തക്കാളി വഴണ്ട് വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും പിന്നെ ഇച്ചിരി ചിക്കൻ മസാലപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് തൈരും പിന്നെ കുറച്ച് സോസും കൂടെ ഒഴിച്ച് കൊടുക്കാവേ. സോസ് വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞ് നമുക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ദം ഇടാവേ. അപ്പോൾ ദം ഇടാൻ വേണ്ടി അതിലേക്ക് മറ്റേ മല്ലിച്ചപ്പും പുതിന ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റൈസ് ഇട്ടിട്ട് അതിനകത്ത് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ചിക്കൻ അതിൻ്റെ പുറത്തിട്ടിട്ട് പിന്നെ ആ റൈസ് ഇട്ടു കേട്ടോ. പിന്നെ അധികം നെയ്യൊന്നും ചേർക്കാതിരിക്കുകയായിരിക്കും കേട്ടോ നല്ലത്. നമുക്കൊരു മടുപ്പ് തോന്നി. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നന്നായിട്ടുണ്ടാവേ. സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുമേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ കാണാവേ. ബൈ ബൈ ഗൈസ്.